കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് നല്ല ഭംഗിയുണ്ട്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ബോട്ടണി സ്റ്റുഡൻ്റ് ആയ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ബോട്ടണിയോ? ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയൂ. എടുത്തായിരുന്നു. നീ ഒന്ന് എല്ലായിടത്തും മാറ്റിയാണ്. നമുക്ക് ഓർമ്മയെങ്കിലും വേണമല്ലോ എന്തൊക്കെയാണ് എടുത്തത്. ഇത്രയും സാധനം എടുത്തിട്ട് ഒന്നുപോലും വീട്ടിൽ കൊണ്ടുള്ള യോഗയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒന്നുമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് വേണോ, മേക്കപ്പ് വീഡിയോ വേണോ, ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ വേണോ എന്ന്. അപ്പോൾ പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്, ക്ലാസ്, വീട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. ഒരു സംഭവം ബഹുലമായിട്ട് ഒരു സംഭവം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഓക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് ക്ലാസ് ഇല്ല, ഞാനും നിതു കൂടി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഒരു പരിപാടിയില്ല, ചുമ്മാ വന്നിരിക്കുക, സംസാരിക്കുക, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നീതുവിന് എന്തോ ചെറിയ ഷോപ്പിംഗും ഉണ്ട്, അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോയിലോട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇതായിരിക്കണം അവിടെ കാരക്കയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു സംഭവം നടന്നു. ഇവിടെ ഒരു അണ്ണാൻ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാരക്ക ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ അത് വന്ന് ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം. നേരത്തെ എടുത്ത് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം വീഡിയോ. കടിക്കോടെ ഇല്ല ഇല്ല അങ്ങനെ വേണ്ട. അയ്യോ എൻ്റെ അടുത്തോട്ട് കടിക്കോ? ഇല്ല, കല്യാണമാണ് പെണ്ണിന്റെ. അണ്ണാനും വന്ന് കാക്കയും വന്ന്, അണ്ണാനും കാക്കയും കൂടെ. അയ്യോ ഗായ്സ്, അപ്പോൾ നീതു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട് അണ്ണാൻ കുഞ്ഞ് വന്നു. താങ്ക് യു നീതു, താങ്ക് യു. സാധാരണ ഈ ടൈമിൽ ഇവിടെ നിറയെ കപ്പിൾസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലം കാണൂല. ഓരോ മരത്തിൻ്റെ അടിയിലും ഓരോ കപ്പിൾസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നായപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ പറയണുണ്ടായിരുന്നു ഇന്ന് എന്ത് സ്കൂളുണ്ടാ, സ്കൂളിലെല്ലാവരും സ്കൂളുണ്ടെങ്കിൽ ഇവിടെ കുറേ യൂണിഫോം ഇട്ട പിള്ളേരൊക്കെ കാണും. ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അയ്യോ ആരുമില്ല നോക്കാനായിട്ട്. പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അവിടെ ഒരു അണ്ണാൻ കുഞ്ഞുണ്ടായിരുന്നു കൂട്ടിന്. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ ചലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവിടെ ആ ഒരു കൊച്ചു മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. എന്ത് പാട്ട് കേൾക്കാണെന്ന് തോന്നുന്നു, ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പുറത്തോട്ട് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് പുറത്തോട്ട് പോയി. നല്ല വെയിലായിരുന്നു. നമ്മൾ ഇരുന്ന സ്ഥലത്ത് നല്ല വെയിലായപ്പോൾ പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും മാറിയിരിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് നല്ല ഭംഗിയുണ്ട്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ബോട്ടണി സ്റ്റുഡൻ്റ് ആയ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ബോട്ടണിയോ? ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയൂ. സയൻറ്റിഫിക് നെയിം ഇടാൻ മറന്നുപോയൊരു മരമാണ്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഫോട്ടോയിൽ അത്ര ഇതില്ല കേട്ടോ. നോക്ക്, വീഡിയോയിൽ അതത്ര ഒരു ഭംഗിയായിട്ട് തോന്നണില്ല. എനിക്ക് തോന്നുന്നു ഈ നല്ല വെയിലല്ലേ, അപ്പം അതിൻ്റെ ആയിരിക്കും. പക്ഷെ ഇത് നല്ല രസമാണ് കാണാനായിട്ട്. അതൊരു ക്ലിക്ക് ചെയ്ത് നോക്ക്, അതൊരു ഫോട്ടോ എടുത്ത് നോക്ക്. മോളെ ഇത് ഓണല്ല മോളെ, നീ ഓണാണ്.
my gosh. Guys, എന്നെ താട്ടി guys. സഞ്ചിയും നോക്കി ബാക്കി നടക്കുന്ന നീതുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെ ട്രിവാൻഡ്രം ഭാഷയിൽ ഗൈസ് ടാൻ അടിക്കുമെന്നും പറഞ്ഞ് ബാഗിനെ തലയിൽ കൂടെ വെച്ചോണ്ട് പോണ മണ്ടി നീതുവിനെ നോക്കും. തിരിച്ചൊന്ന് ഫോണൊന്നുമല്ല മുഖം ഒന്ന് കാണിച്ചു തരും. നല്ല വെയിലുണ്ട്. ഈ സൺ ടാൻ പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറേ നേരം ഇങ്ങനെ ചലച്ചിരിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇവിടെ. അപ്പം നമ്മൾ മിക്കവാറും ഇവിടെ ആയിരിക്കും വരണേ. എപ്പോഴും ഇവിടെ ആയിരിക്കും നമ്മൾ നിൽക്കാറ്. ഒന്നിക്കോ ശരി പൊട്ടിയിരിക്കുന്നു. ചോക്കോബാർ. ഒരു മാംഗോ ബാർ ഒരു ചോക്കോബാർ. അല്ലേ വേണ്ട മാംഗോ ബാർ മതി. 2 മാംഗോ ബാർ. ചേച്ചി 2 മാംഗോ ബാർ മതി. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കും. ടേസ്റ്റ് ബോക്സിലുണ്ട്. എത്രയാണ്? 50. എവിടെയെങ്കിലും ഉറച്ചിരിക്കാനാ. ഞാൻ മാംഗോ ബാറൊക്കെ ട്രൈ ചെയ്തിട്ട് കുറേ. ഞാൻ എപ്പോഴും ചോക്ലേറ്റാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വിചാരിച്ച് മാംഗോ ബാർ ട്രൈ ചെയ്യാമെന്ന്. അവിടെ ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളേടെ. ഈ പാട്ട് എവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നല്ലേ ഈ ഇടയ്ക്ക്. മറ്റേ ആൾ പാടിയത്, ഒരാൾ പാടിയത്. ഞാൻ ഒരു ഇതിൽ കണ്ടാണ്, ഒരു റീൽസ്. ഞാൻ ഒരു റീൽസിൽ കണ്ടാണ്. അത് എന്താണെന്നോ മറ്റേ നിങ്ങൾ ഈ ഓയോയിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ ഒന്നും ലീക്ക് ആവാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്നോ, ടി മ്യൂസിക്സ് ഇല്ലേ MTV-ലൊക്കെ ഉള്ള അവരുടെയോ അല്ലെങ്കിൽ ഏതോ ഒരു കേക്ക് ആരുടെയോ പാട്ടിടണം. പാട്ട് ഹൈ വോളിയത്തിൽ ഇട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് കേട്ടാ. അപ്പോൾ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്പോഴാണ് വിചാരിച്ചത്. രാവിലെ കാരൊക്കെ തിന്നപ്പോഴേ വിചാരിക്കായിരുന്നു പഴങ്കഞ്ഞി കുടിക്കാൻ പോയാലോ എന്ന്. കുറേ ദിവസമായിട്ട് വിചാരിക്കണേ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. പണ്ട് എപ്പോഴോ കുടിച്ചതാണ്. അപ്പോൾ വിചാരിച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ. ഒരു പഴങ്കഞ്ഞി കട എന്നും പറഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നീതു ലൊക്കേഷൻ നോക്കുകയാണ്. കിട്ടിയാ? വെള്ളിപ്പാലത്തുണ്ട്, 2 ഉണ്ട്. പഴങ്കഞ്ഞിക്കടയും ഉണ്ട്. വിഷ്ണു ഹോട്ടൽ നാടൻ പഴങ്കഞ്ഞി. അതിൽ തന്നെ കൊതിയാവുന്നു. വാ നമുക്ക് ലൊക്കേഷൻ ഇട്ട് പോവാം. എന്നിട്ട് വാ നോക്കാം. വണ്ടി പോട്ടെ. അതിരുന്ന് ഉറങ്ങിയാലും നല്ല സുഖമായിരിക്കും അല്ലേ? അനങ്ങി. അപ്പം നമുക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ലൊക്കേഷൻ ഇട്ടിട്ട് സ്ഥലത്തോട്ട് പോകാമെന്ന്. കരമന എവിടെയാണെന്നാണ് പറയണത്. അപ്പം നോക്കി നോക്കാം എന്തായാലും. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഉള്ളൂ. ഇന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ടേ ഉള്ളൂ കാര്യം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ലോകമേ നന്ദിതു. വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ വേസ്റ്റ് ഇടണമെന്നും പറഞ്ഞിട്ട് ഇടാൻ പോവുകയാണ്. പെട്ടെന്നോ
എൻ്റെ ഫ്രണ്ടിൽ. ഡോക്ടർ റാഷേൽ, ബ്ലൂ ഹെവൻ, മാൾസ്, മേരി ജോ, മാറ്റ് ലുക്ക്, അഞ്ചമ്മേ എൻ്റെ എല്ലാം ഉണ്ട്. എല്ലാം ചാത്തനാണെന്നാണ് തോന്നണം. കൺസീലർ ഇല്ലേ? കൺസീലർ എലൈറ്റിയുടെ മസ്കാരയാണത്. ഇത് ലെൻസ് അല്ലേ? ലെൻസിന്റെ കവർ എന്തിന്? ഇത് കൊള്ളായിരിക്കും. ഈ ലെൻസ് കൊള്ളായിരിക്കും. എനിക്ക് പേടിയാണ് ഈ സാധനം വയ്ക്കാൻ. എനിക്ക് ഇത് കിടക്കുന്ന കണ്ടിട്ട് ഒരുമാതിരിയാവണല്ലേ. അതൊന്നും കൊള്ളൂല. എടാ അതെന്താ സൺസ്ക്രീൻ? എടാ നോക്ക് നോക്ക്. അതെന്തോ ഡാസ്ലർ ലിപ്സ്റ്റിക് ഇല്ല അവിടെ. 25 ഉണ്ടോ ഷെയ്ഡ്? ഞാൻ കുറെ ദിവസമായിട്ട് നോക്കി കിടക്കായിരുന്നു. നല്ല ഷെയ്ഡാണ്. റേറ്റ് എത്ര? 200. ഷെയ്ഡ് ഇതിന്റെ ഓൺലൈനിൽ കണ്ടായിരുന്നു. നീ യൂസ് ചെയ്തിട്ടില്ല? സ്വാച്ച് ചെയ്ത കൊള്ളാലോ. ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് കൊള്ളാടെ. എൻ്റെ കറക്റ്റ് ഷെയ്ഡല്ലേ? അല്ല ഇതോ ഞാൻ ഇട്ടേക്കണല്ലേ? നീ എടുത്തോ, എന്നിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വാങ്ങിക്കാം. ഇട്ട് നോക്കാം. ഓ ചേച്ചി മിറർ ഒന്ന് തരൂ. ഷെയ്ഡ് കൊള്ളാട്ടോ. ഷെയ്ഡ് ഏതാ? 25. പക്ഷെ പാക്കേജിങ് കൊള്ളാല്ലേ? എല്ലാം കൊള്ളാം. എനിക്ക് ചേരൂ. കൊള്ളാല്ലേ? കൊള്ളൂല്ലേ? എനിക്കൊരു ന്യൂഡായിട്ടാണ് എനിക്ക് തോന്നണത്. എനിക്ക് അത്ര ഡാർക്ക് ഷെയ്ഡ്, ഡെയിലി വെയർ ഷെയ്ഡായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് ഡാർക്ക് നോക്കൂ, ചോദിച്ചു നോക്കൂ. പക്ഷെ ഇതിൽ കണ്ടപ്പോൾ എനിക്കിത് ഇതായിരിക്കും, ഓഫായിരിക്കും. ഇതിൽ കുറച്ചുകൂടെ ഡാർക്ക് ഉണ്ടാവോ? റെഡ് വേണ്ട. നോക്ക് സ്വാച്ച് ചെയ്ത്. 34. ഇല്ല ഇത് പറ്റൂല. ഇത് നോക്കിയോ, നീ സ്വാച്ച് ചെയ്ത് നോക്ക്. ഇതിപ്പോൾ എടുത്താണോ? സെറ്റ്. അത് കൊള്ളാം. ഇതാണ്
ആ ഇതേത് ഷെയ്ഡ്? ഇത് 34. 34. അതിങ്ങനെ താഴോട്ട് ഇറങ്ങി. പിടി. ഇങ്ങനെ ഇരിക്കും. പിടി, ഞാൻ വെച്ചോട്ടെ. ഇതില്ല. ഓ ഈ കൊച്ചെല്ലാം തള്ളി താഴെ. ലാഭത്തിന് ഹിഡ ബ്യൂട്ടി 20 രൂപയുടെ ലിപ്സ്റ്റിക് ഓപ്പൺ ചെയ്യൂ. സോറി, അൺബോക്സ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ നിറയെ സാധനങ്ങൾ ഇരിക്കണ കാരണം. നിറച്ച് ഹിഡ ബ്യൂട്ടി. ഇത് ഫുള്ള് ഹുഡയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പല ഷെയ്ഡിൽ 20 റുപ്പീസ്. 20 റുപ്പീസ് എടുത്തായിരുന്നു. നീ ഒന്ന് എല്ലായിടത്തും മാറ്റിയാണ്. നമുക്ക് ഓർമ്മയെങ്കിലും വേണമല്ലോ എന്തൊക്കെയാണ് എടുത്തത്. ഇത്രയും സാധനം എടുത്തിട്ട് ഒന്നുപോലും വീട്ടിൽ കൊണ്ടുള്ള യോഗയില്ല. ഇത്രയും പ്രോഡക്റ്റ് എടുത്ത് പക്ഷെ ഒരെണ്ണം പോലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടെ ക്യാഷ് എടുക്കുള്ളൂ, കാർഡ് എടുക്കൂല, ജിപേ ഇല്ല. ബാങ്ക് അക്കൗണ്ട് വഴി പേയ്മെന്റ്. ഇത് ഡാസ്ലറാണ്. ഇത് ഷിങ്കാർ. അമ്മ ഷിങ്കാർ ഉപയോഗിക്കട്ടെ, ഞാൻ ഡാസ്ലർ ഉപയോഗിക്കട്ടെ. കുനിഞ്ഞിരിക്കൂ.